പറയാനുള്ളത്, 5 നേരങ്ങളിൽ നമസ്കരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയുടെ സാരം എന്താണെന്ന് നമുക്കറിയുമോ? നിങ്ങൾ നിങ്ങളോട് ചോദിക്കൂ. സഹോദരന്മാരെ, ഗൗരവമല്ലേ? ഇവന്റെ ഫിത്ന എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. വിവരമുള്ളവർ തന്നെ ഇവനെ സംബന്ധിച്ച് സംസാരിക്കുന്നില്ല. അങ്ങനെയുള്ളൊരു ഘട്ടത്തിലല്ലേ നമ്മളുള്ളത്? ഇനി നോക്കൂ നിങ്ങൾ, എത്രയോ ആളുകൾ മസീഹു ദജ്ജാലിനെ നിഷേധിച്ചിരിക്കുകയാണ്. മുസ്ലിമീങ്ങളിൽപ്പെട്ട ഈ സംഭവം ചർച്ച ചെയ്തുകൊണ്ട് പണ്ഡിതന്മാര് പറയാണ്, മസീഹു ദജ്ജാലിനെ കുറിച്ച് പരാമർശിക്കുന്ന ഹദീസുകൾ മുത്തവാത്തിറാണ്. പണ്ഡിതന്മാര് പറയാണ് മുത്തവാത്തിറാണ്. ഇതാണ് മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ, അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് സംഘമായി ഉദ്ധരിക്കപ്പെട്ട ഹദീസുകൾക്കാണ് മുത്തവാത്തിർ എന്ന് പറയുന്നത്. 20-ലധികം സഹാബിമാരിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസാണ് സത്യത്തിൽ ദജ്ജാലിനെ കുറിച്ച് പറയുന്ന ഹദീസുകൾ. എന്നിട്ടും ഈ ഹദീസുകളെ തള്ളുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. വേറെ ചില ആളുകൾ ഹദീസുകളെ അംഗീകരിക്കുന്നു, പക്ഷേ ദുർവ്യാഖ്യാനിച്ച് തത്വത്തിൽ നിഷേധിച്ചതിന് തുല്യമാക്കുകയല്ലേ പലപ്പോഴും പലരും ചെയ്യുന്നത്. ഹദീസ് അംഗീകരിക്കുന്നു, പക്ഷേ ഹദീസിനെ ദുർവ്യാഖ്യാനിച്ച് തുമ്പില്ലാതാക്കുന്ന ആളുകളെയും നമുക്ക് കാണാൻ കഴിയും. നമുക്ക് നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ ഒരു വിഭാഗമാണ് ഖാദിയാനികൾ. നിങ്ങൾക്കറിയാം, ഖാദിയാൻ എന്ന പഞ്ചാബിലെ ഗുരുദാസ്പൂർ ജില്ലയിലെ ഖാദിയാൻ എന്ന ഗ്രാമത്തിൽ മീർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്ന് പറയുന്ന ഒരു വ്യാജ സൂഫി പ്രവാചകത്വം വാദിച്ചു. അദ്ദേഹം പറഞ്ഞു, ആദ്യം ഞാൻ മുജദ്ദിദാണെന്ന്, പിന്നെ പറഞ്ഞു ഞാൻ നബിയാണെന്ന്, പിന്നെ പറഞ്ഞു ഞാൻ ഈസാ നബി അലൈഹിസ്സലാമാണെന്ന്, പിന്നെ പറഞ്ഞു ഞാൻ മഹ്ദിയാണെന്ന്. അങ്ങനെ പലതും വാദിച്ച് ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തുപോയ ലോക മുസ്ലിമീങ്ങൾ ഒന്നടങ്കം ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്താണ് ഖാദിയാനികൾ എന്ന് വിധിയെഴുതിയ ഈ ഖാദിയാനികൾ എന്താണ് ചെയ്തത്? ഈ ഹദീസുകളെ അവരെങ്ങനെയാണ് വിലയിരുത്തിയത്? ദജ്ജാലിനെ കുറിച്ചുള്ള ഹദീസുകളെ അവരെന്ത് ചെയ്തു? ദുർവ്യാഖ്യാനിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, റസൂല് പറഞ്ഞ ഹദീസുകളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിന്റെ യഥാർത്ഥ രൂപത്തിലല്ല ആ ഹദീസുകളെ നാം മനസ്സിലാക്കേണ്ടത്. പിന്നെ എങ്ങനെയാണ് ആ ഹദീസുകളിൽ പറയുന്ന ദജ്ജാലി എന്ന് പറഞ്ഞാൽ അത് അക്ഷരാർത്ഥത്തിലുള്ള ദജ്ജാലല്ല, പിന്നെ അത് ആലങ്കാരികമായി പറഞ്ഞതാണ്. അത് പ്രതീകാത്മകമാണ്, ആലങ്കാരികമായി പറഞ്ഞതാണ്. ഇവരുടെ വർത്താനം കേട്ടാൽ നമ്മൾ വിചാരിക്കും അല്ലാഹുവിന്റെ റസൂൽ ഒറ്റ ഒരു കാര്യം ഹഖീഖത്തിൽ പറഞ്ഞിട്ടില്ല, ഒക്കെ ആലങ്കാരികമാണ് എന്ന് നമ്മൾ വിചാരിച്ചു പോകും. ഇവര് പറഞ്ഞ എന്താ? ഇവര് ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾ കേട്ടോ സഹോദരന്മാരെ, ദജ്ജാലിനെ കുറിച്ച് ഇവർ എഴുതുകയാണ്. ഓരോ കക്ഷികളും ഈ ദജ്ജാലിനെ കുറിച്ച് എങ്ങനെയാ മനസ്സിലാക്കിയത് എന്ന് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. അവരെഴുതുകയാണ്, ദജ്ജാലി എന്ന് പറഞ്ഞാൽ അത് ക്രിസ്തുമതത്തിന്റെ അബദ്ധ സിദ്ധാന്തങ്ങളുടെ പ്രചാരവുമാണ്. ക്രൈസ്തവ ജനതയുടെ അഭിവൃദ്ധിയോടുകൂടി ഒരു ജലപ്രവാഹം പോലെ ലോകത്തെ മുഴുവൻ ബാധിച്ചിട്ടുള്ള ഭൗതികതയുടെ വഞ്ചനാത്മകത്വവുമാണ്. ഇവരുടെ സന്മാർഗദർശിനി എന്ന ഗ്രന്ഥത്തിന്റെ 127-ാമത്തെ പേജിന് കാണാം. എന്താ ദജ്ജാലി എന്ന് പറഞ്ഞാൽ? ദജ്ജാലി എന്ന് പറഞ്ഞാൽ അത് ക്രിസ്തുമതത്തിന്റെ അബദ്ധ സിദ്ധാന്തങ്ങളുടെ പ്രതാപവും പ്രചാരവുമാണ്. ഇതാണ് ഇപ്പൊ ഖാദിയാനികൾ ദജ്ജാലിനെ കുറിച്ച് പറയുന്നത്. ഇതുപോലെ ദജ്ജാലിനെ ദുർവ്യാഖ്യാനിച്ച ധാരാളം കക്ഷികൾ മുസ്ലിമീങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഇതിപ്പോ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ കക്ഷിയാ പറഞ്ഞത്. ഇനി മുസ്ലിമീങ്ങളെന്ന് അവകാശപ്പെടുന്ന ആളുകൾ വരെ ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞതെന്താ? ദജ്ജാലിനൊക്കെ പറഞ്ഞാൽ അന്ന ദജ്ജാല റുംസുൻ ഇലൽ ഖുറാഫാത്തി വൽ കസ്സാബി. ദജ്ജാൽ എന്നൊക്കെ പറഞ്ഞാൽ അവസാന കാലത്ത് വ്യാപകമായി ഉണ്ടാകുന്ന അന്ധവിശ്വാസങ്ങളെയും കള്ളത്തരങ്ങൾക്കുമൊക്കെ പറയുന്ന പേരാണ് ദജ്ജാൽ. അതല്ലാതെ ഒരു ദജ്ജാലൊന്നും ഇവിടെ വരികയില്ല. അതിനെ വ്യാഖ്യാനിക്കും. ദജ്ജാലി എന്നൊക്കെ പറഞ്ഞാൽ കള്ളത്തരം എന്നാണ് അർത്ഥം. മസീഹ് എന്ന് പറഞ്ഞാൽ വ്യാപകമായി പ്രചരിക്കുന്നത് എന്നാണ് അർത്ഥം. അപ്പൊ അവസാന കാലത്ത് വ്യാപകമായി പ്രചരിക്കുന്ന കളവിനാണ് ദജ്ജാലി എന്ന് പറയുന്നത് എന്ന് ചില മുസ്ലിമീങ്ങളിൽപ്പെട്ട ചില ആളുകൾ ഇതിനെ ദുർവ്യാഖ്യാനിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ വ്യാഖ്യാനിച്ച ആളുകളുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും സത്യം തന്നെയല്ലേ? പക്ഷേ അത്ഭുതപ്പെടേണ്ട. മുമ്പ് ഇസ്ലാമിക ലോകത്തിൽ നിന്ന് പുറത്തുപോയ മുഅ്തസിലത്തിനെ പോലെ ഖവാരിജിനെ പോലെയുള്ള പിഴച്ച കക്ഷികൾ ഛർദ്ദിച്ചത് ഇവർ പുതിയ കുപ്പിയിലാക്കി എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. അതല്ലാതെ ഇതിനൊന്നും ഇസ്ലാമിൽ യാതൊരു തെളിവുമില്ല. സഹോദരന്മാരെ, ഇവര് പറയുന്നത് പോലെയുമല്ല യാഥാർത്ഥ്യം. നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് എന്താണ് ദജ്ജാല് എന്ന് പറഞ്ഞത് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. ദജ്ജാലിന്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണ്, അവന്റെ ഫിത്ന എന്തൊക്കെയാണ്, ഇതുപോലെ അവസാന കാലത്ത് സംഭവിക്കുന്ന അന്ധവിശ്വാസങ്ങളും കളവുമാണ് ദജ്ജാൽ എന്ന് പറഞ്ഞ് തള്ളാൻ കഴിയുമോ?
കളിയില്ല സഹോദരന്മാരെ. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് ഒന്ന് മനസ്സിരുത്തി വായിച്ചു കഴിഞ്ഞാൽ ഇവരുടെ സകലവാദങ്ങളും തകർന്നു പോകുന്ന രൂപത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കിതാ വിശദീകരിച്ചു തന്നിട്ടുള്ളത്. അല്ലാഹുവിന്റെ റസൂലിന്റെ വിശദീകരണം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ബോധ്യമാകും അത് കളവല്ല, അത് ഖാദിയാനികൾ പറഞ്ഞതുപോലെ ആലങ്കാരികമല്ല, അത് അവസാന കാലത്തുണ്ടാകുന്ന കള്ളത്തരങ്ങളല്ല, മറിച്ച് അതെന്താണെന്നോ അന്നഹു ശഖ്സുൻ മുഅയ്യനുൻ. ഇമാം അൽബാനി രേഖപ്പെടുത്തുന്നു, അവൻ ഒരു വ്യക്തിയാണ്. മാത്രമല്ല അവൻ ഇപ്പോൾ ലോകത്തുണ്ട്, അത്ഭുതപ്പെടേണ്ട, അവൻ ഇപ്പോൾ ലോകത്തുണ്ട്. ദജ്ജാൽ ഇപ്പോൾ ലോകത്ത് മൗജൂദാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണവൻ. പക്ഷേ അവന് വരാൻ അനുമതി കിട്ടിയിട്ടില്ല എന്ന് മാത്രം. നിങ്ങൾ വായിച്ചു നോക്കൂ, ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ കിതാബുൽ ഫിതൻ എന്ന അധ്യായത്തിൽ ഇമാം മുസ്ലിം ദീർഘമായ ഒരു ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. ആ ഹദീസ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുകയാണ്, ദജ്ജാലിനെ കുറിച്ച് നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാകാൻ. അതുകൊണ്ട് എന്റെ സഹോദരന്മാർ ആ ഹദീസ് ഒന്ന് മനസ്സിരുത്തി ശരിക്ക് വായിക്കുമ്പോൾ നിങ്ങൾ കേൾക്കണം, ശരിക്കതിനെ കുറിച്ച് ചിന്തിച്ചു നോക്കണം. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹാബ വനിതകളിൽ ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹയാണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. ആരാണ് ഈ ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹ? കാനത്ത് മിൻ മുഹാജിറാത്തിൽ ഊലാ. ആദ്യകാലത്ത് ഹിജ്റ പോയ സഹാബ വനിതകളിൽപ്പെട്ട പ്രഗത്ഭയായ ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ഉദ്ധരിക്കുന്ന വളരെ സുദീർഘമായ ഒരു സംഭവത്തിൽ എന്താണ് ദജ്ജാൽ എന്ന് കൃത്യമായി വിശദീകരിക്കുകയാണ്. അവര് പറയുകയാണ്, സമിഅതു നിദാഅൽ മുനാദി റസൂലില്ലാഹ്. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വിളിച്ചു പറയുന്നവന്റെ വിളി ഞാൻ കേട്ടു. യുനാദി, വിളിച്ചു പറയുന്ന ആള് വിളിച്ചു പറയുന്നു, അസ്സലാത്തു ജാമിഅ, നിസ്കാരത്തിന് സമയമായിട്ടുണ്ട്. നബിയുടെ ഒരു സഹാബി വിളിച്ചു പറഞ്ഞു, നിസ്കാരത്തിന് സമയമായിട്ടുണ്ട്. അങ്ങനെ ഫഖറജ്തു ഇലൽ മസ്ജിദി, ഞാൻ പള്ളിയിലേക്ക് പുറപ്പെട്ടു. ഫസല്ലൈതു മഅ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഞാൻ നമസ്കരിച്ചു. ഫകുൻതു ഫീ സഫിൻ നിസാഇ ലത്തി തലി ളുഹൂറൽ ഖൗമി, പുരുഷന്മാരുടെ സഫിനോട് ചേർന്ന് നിൽക്കുന്ന സ്ത്രീകളുടെ സഫിലായിരുന്നു ഞാൻ നിന്നിരുന്നത്. അതായത് സ്ത്രീകളുടെ ആദ്യത്തെ സഫിലായിരുന്നു ഞാൻ നമസ്കരിച്ചത്. ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഫലമ്മാ ഖലാ റസൂലുള്ളാഹി സ്വലാത്തഹു ജലസ അലൽ മിൻബരി വഹുവ യദ്ഹകു. നബി നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞതിന് ശേഷം വേഗം മിമ്പറിൽ പോയി റസൂലുള്ളായിരുന്നു. എന്നിട്ട് വഹുവ യദ്ഹകു, മിമ്പറിൽ വെച്ച് നബി ഇങ്ങനെ ചിരിക്കുന്നുമുണ്ട്. ഫഖാൽ, എന്നിട്ട് അവിടുന്ന് പറയുന്നു, ലിയൽസം കുല്ലു ഇൻസാനിൻ മുസല്ലാ, എല്ലാവരും നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കണം. നബി പറയുകയാണ്. അങ്ങനെ എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞതിന് ശേഷം ചോദിക്കുന്നു, അതദറൂന ലിമ ജമഅതുക്കും, നിങ്ങളെ എന്തിനാണ് ഒരുമിച്ച് കൂട്ടിയതെന്ന് നിങ്ങൾക്കറിയുമോ? ഖാലു അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനും അവന്റെ റസൂലിനെ അറിയുള്ളൂ, ഞങ്ങൾ എന്തിനാ ഒരുമിച്ച് കൂട്ടിയത് എന്ന് സഹാബിമാർ പറഞ്ഞു. റസൂലുള്ളാഹി ഉടൻ തന്നെ പറഞ്ഞു, ഇന്നി വല്ലാഹ് മാ ജമഅതുക്കും ലിറഗ്ബത്തിൻ വലാ ലിറഹ്ബ, എന്തെങ്കിലും നിങ്ങളെ പേടിപ്പിക്കുവാനോ നിങ്ങളെ ഭയപ്പെടുത്തുവാനോ ആഗ്രഹമുണ്ടാക്കുവാനോ ഒന്നുമല്ല നിങ്ങളെ ഞാൻ ഒരുമിച്ച് കൂട്ടിയത്. കേട്ടോ, വലാകിൻ ജമഅതുക്കും ലിഅന്ന തമീമദ്ദാരി കാന റജുലൻ നസ്റാനിയൻ ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടിയത് എന്തിനാണെന്നറിയാമോ? തമീമുദ്ദാരി എന്ന് പറയുന്ന ആള് അദ്ദേഹം ഒരു ക്രൈസ്തവനായ സഹോദരനായിരുന്നു. തമീമുദ്ദാരി എന്ന് പറയുന്ന ആള് ഒരു ക്രിസ്ത്യാനിയായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ? എന്റെ അടുത്ത് വന്നു, ബൈഅത്ത് ചെയ്തു, മുസ്ലിമായി. എന്നിട്ട് എന്നോടൊരു വർത്തമാനം പറഞ്ഞു. മുമ്പ് ഞാൻ നിങ്ങൾക്ക് മസീഹുദ്ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞു തന്ന അതേ വർത്തമാനം എന്നോട് ഈ തമീമുദ്ദാരി എന്ന് പറയുന്ന ആൾ വന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അത് ഞാൻ നിങ്ങളോട് പറയട്ടെ, അത്ഭുതമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹദ്ദസനി, തമീമുദ്ദാരി പറഞ്ഞ വർത്തമാനം എന്താ സഹോദരന്മാരെ കേട്ടോ. റസൂലുള്ളാഹി പറയാണ്, തമീമുദ്ദാരി എന്നോട് പറഞ്ഞു, അന്നഹു റകിബ ഫീ സഫീനത്തിൻ ബഹരിയത്തിൻ മഅ സലാസീന റജുലൻ മിൻ ലഹബിൻ വജുദാം. അത് ലഹമ്, ജുദാം എന്നീ ഗോത്രങ്ങളിൽപ്പെട്ട 30 ആളുകളോടൊന്നിച്ച് അദ്ദേഹം ഒരിക്കൽ ഒരു കടലിൽ യാത്ര ചെയ്തു, ഒരു കപ്പലിൽ ഇങ്ങനെ യാത്ര ചെയ്തു. അങ്ങനെ എന്താ സംഭവിച്ചത്? ഫലഇബ ബിഹിമുൽ മൗജു ശഹ്റൻ ഫിൽ ബഹർ,
കടലിൽ ക്ഷോഭമുണ്ടായി, കടൽക്ഷോഭമുണ്ടായി. അങ്ങനെ ഒരു മാസക്കാലം അവരെയും കൊണ്ട് തിരമാലങ്ങനെ കളിച്ചു. അവർക്ക് എവിടെയും അഭയം തേടാൻ കഴിഞ്ഞില്ല. ഒരു മാസക്കാലം കടലിൽ അവർക്ക് കഴിയേണ്ടി വന്നു. അങ്ങനെ ഇരിക്കെ സൂര്യൻ അസ്തമിക്കുന്ന സ്ഥാനത്തുള്ള അങ്ങേ അറ്റത്തുള്ള ഒരു സമുദ്രത്തിലെ ഒരു ദ്വീപിൽ അവരെ അഭയം തേടി. അതിനൊരു മാസം കഴിഞ്ഞിട്ട് അവസാനം അവർക്ക് അഭയം തേടാൻ കഴിഞ്ഞത് അങ്ങേ അറ്റത്തുള്ള ഒരു ദ്വീപിൽ അവർക്ക് അഭയം തേടേണ്ടി വന്നു. അഭയം തേടിയ സന്ദർഭത്തിൽ അതാ അവര് പറയുന്നു, അങ്ങനെ ആ കപ്പലിന്റെ ഇറങ്ങുന്ന ഭാഗത്ത് ഞങ്ങൾ ഇങ്ങനെ ഇരുന്നു, ചെറിയൊരു ചാൻസ് കിട്ടിയാലങ്ങ് ചാടാമല്ലോ. അങ്ങനെ അവരിരുന്ന സമയത്ത് ജസീറ, ആ ദ്വീപിലേക്ക് അവരങ്ങ് പ്രവേശിച്ചു. ഇപ്പോഴെന്താ സംഭവിച്ചത്? അപ്പോഴതാ അവരെ ഒരു ജീവി അഭിമുഖീകരിക്കുന്നു. ആ ദ്വീപിലേക്കാണ് പ്രവേശിച്ച നേരത്ത് ഒരു ജീവി അതാ അവരെ അഭിമുഖീകരിക്കുന്നു. എന്താ ജീവിയുടെ അവസ്ഥ? ധാരാളം രോമമുള്ള ഒരു ജീവിയാണ്. ആ ജീവിയെ കണ്ടാൽ അതിന്റെ മുൻഭാഗമേതാണ് പിൻഭാഗമേതാണ് എന്ന് അറിയാൻ കഴിയില്ല. കാലു അപ്പോൾ അവർ ചോദിച്ചു, വൈലക്കി മാനിക്ക്, നീ ആരാണ്? അപ്പോഴതാ അത് പറയുന്നു, ഫഖാലത്ത് അനൽ ജസ്സാസ, ഞാൻ ജസ്സാസയാണ്. മുസ്ലിമീങ്ങൾ പരിശോധിച്ചാൽ കാണാം, മുസ്ലിമിന്റെ സ്വഹീഹിൽ ഖിസ്സത്തുൽ ജസ്സാസ എന്ന ടൈറ്റിലിന് താഴെയാണ് ഈ അധ്യായമുള്ളത്, ഈ ഹദീസുള്ളത്. ഞാൻ ജസ്സാസയാണ്. ആരാണ് ജസ്സാസ? ജസ്സാസ എന്ന് പറഞ്ഞാൽ ദജ്ജാലിന് വേണ്ടി വിവരം ശേഖരിക്കുന്ന ആൾ എന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ ജസ്സാസയാണെന്ന് പറഞ്ഞു. കാലു, അപ്പൊ അവർ ചോദിച്ചു, അമൽ ജസ്സാസ, എന്താണ് ഈ ജസ്സാസ എന്ന് പറഞ്ഞാൽ? അപ്പൊ ആ ജീവി പറഞ്ഞെന്താണെന്നറിയോ? അയ്യുഹൽ ഖൗമു, ജനങ്ങളെ, ഇൻതനഖു ഇലാ ഹാദർ റജുലി ഫിദ്ദൈരി, അതാ ഒരു മഠം കാണുന്നു, ആ മഠത്തിലിരിക്കുന്ന ആളിന്റെ അടുത്തേക്ക് നിങ്ങൾ പോകണം. ഫഇന്നഹു ഇലാ ഖബരിക്കും ബിൽ അശ്വാഖി, നിങ്ങളെക്കുറിച്ച് വിവരമറിയാൻ വലിയ താല്പര്യമുണ്ട് അയാൾക്ക്. ഒരു മഠങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, അങ്ങോട്ട് പോയിക്കോ, അവിടെ ഒരാളുണ്ട്, നിങ്ങളെക്കുറിച്ച് വിവരമൊക്കെ അറിയാൻ വേണ്ടി അയാൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ എന്താ അവർ ചെയ്തത്? അദ്ദേഹം പറയാണ്, തമീമുദ്ദാരി പറഞ്ഞത് റസൂലുള്ള പറഞ്ഞുതരാണ്, ലമ്മാ സമ്മത്തിലനാ റജുലൻ ഫരിഖനാ മിൻഹാ അൻ തകൂന ശൈത്താന, ഞങ്ങൾ വിചാരിച്ചു ആ പെണ്ണ് വല്ല ശൈത്താനമായിരിക്കോ എന്ന് ഞങ്ങൾ വിചാരിച്ചു പോയി. അങ്ങനെ പൻതലഖിനാ സിറാഅൻ, ഞങ്ങൾ വേഗത്തിൽ അങ്ങ് പോയി. ഹത്താ ദഖല ദൈറ, ആ മഠത്തിൽ പ്രവേശിച്ചു. മഠത്തിൽ പ്രവേശിച്ചപ്പോ ഫഇദാ ഫീഹി അഅലമു ഇൻസാനിൻ റഅയ്നാഹു ഖത്തു ഖൽഖൻ വഅശദ്ദുഹു വിസാഖാ, ആ മഠത്തിൽ ചെന്നപ്പോഴല്ലേ കഥ, വലിയൊരു മനുഷ്യനുണ്ട് ആ മഠത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു. ആ മനുഷ്യനെ പോലത്തെ ഒരു മനുഷ്യനെ ഞങ്ങൾ കണ്ടിട്ടില്ല. വലിയ മസിലുള്ള വലിയൊരു സൃഷ്ടി ആ മഠത്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. മജ്മൂഅത്തുൻ യദാഉ ഇലാ ഉലുഖിഹി, അയാളുടെ രണ്ട് കൈകളും അയാളുടെ പിരടിയിലേക്ക് ബന്ധിച്ചിട്ടുണ്ട്. മാ ബൈന റുക്ബതൈഹി ഇലാ കഅബൈഹി ബിൽ ഹദീദി, അയാളുടെ രണ്ട് കാൽമുട്ടുകളും കാലിന്റെ നെരിയാണിയിലേക്കും ബന്ധിച്ചിട്ടുണ്ട് ചെങ്ങല കൊണ്ട്. അങ്ങനെയുള്ള ഒരു വലിയ സൃഷ്ടി അതാ അവിടെ ഇരിക്കുന്നു. ഞങ്ങൾ ചോദിച്ചു, വൈലക്കമാൻസ, നീ ആരാണോ? അവൻ പറഞ്ഞു, ഖദ് ഖദർതും അലാ ഖബരി ഫഅഖ്ബിറൂനി മാ അൻതും, എന്റെ വിവരം നിങ്ങൾക്കറിയാം, ആദ്യം എന്റെ വിവരം ശേഷം നിങ്ങൾക്കറിയാം, നിങ്ങളുടെ വിവരം എനിക്ക് പറഞ്ഞു തരണം. അപ്പൊ അവർ പറഞ്ഞു, നഹ്നു ഉനാസും മിനൽ അറബി റകിബ്നാ ഫി സഫീനത്തിൻ ബഹരിയ ഫസാദഫിൽ ബഹറ ഹീന ഖതലമ, ഞങ്ങൾ അറബികളിൽപ്പെട്ട കുറച്ച് ആളുകളാണ്. അങ്ങനെ ക്ഷോഭമുണ്ടായപ്പോ ഞങ്ങൾ അപ്രതീക്ഷിതമായി കടലിൽ ക്ഷോഭമുണ്ടായി. ഫലൈബ ബിനൽ മൗജു ശഹ്റൻ ثم അർഫഇനാ ഇലാ ജസീറതിക ഹാദിഹി ഫജലസ്നാ ഫി അഖർബിഹാ ഫദഖൽന ജസീറ, അങ്ങനെ ക്ഷോഭമുണ്ടായപ്പോൾ ഞങ്ങൾ ഒരു മാസം കഴിഞ്ഞ് ആകെ പ്രയാസത്തിലായി. അവസാനമാണ് ഞങ്ങൾ ഈ ദ്വീപിലേക്ക് പ്രവേശിച്ചത്. അപ്പോൾ ഫലഖീതിനാ ദാബത്തുൻ അഹ്ലബു കസീറു ശൈരി ലാ യുദ്റാ മാ ഖബ്ലുഹു മിൻ ദുബരിഹി മിൻ കസറത്തി ശൈരി, അപ്പോഴാണ് ഞങ്ങൾ ഈ ജീവിയെ കണ്ടത്, ധാരാളം രോമമുള്ള ഒരു ജീവി. ആ ജീവിയെ കണ്ടപ്പോ ഞങ്ങൾ ചോദിച്ചു, വൈലക്കി മാ അൻതി, നീ ഏതാണെന്ന് ചോദിച്ചു. അപ്പോഴാണ് ആ ജീവി പറഞ്ഞത്, അനൽ ജസ്സാസ, ഞാൻ ജസ്സാസിയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, അമൽ ജസ്സാസ, എന്താണ് ജസ്സാസ എന്ന് ചോദിച്ചു. അപ്പൊ ആ ജീവി പറഞ്ഞത്, യഅ്മിദു ഇലാ ഹാദർ റജുലി ഫിദ്ദൈർ, മഠത്തിലിരിക്കുന്ന ആളുടെ അരികിലേക്ക് നിങ്ങൾ പോകണം. ഫഇന്നഹു ഇലാ ഖബരിക്കും ബിൽ അശ്വാഖ്, നിങ്ങളെക്കുറിച്ച് വിവരമറിയാൻ താല്പര്യമുള്ള ആളാണ് അയാളെന്ന് പറഞ്ഞു. അങ്ങനെ ഫഅഖബൽനാ ഇലൈക സിറാ, ഞങ്ങളിതാ നിന്നിലേക്ക് വേഗത്തിൽ വന്നിരിക്കുന്നു.